എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ശരിക്കും പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ. കൂണ് വെച്ചുള്ള തോരനാണ്, മഷ്റൂം തോരനാണ്. അതിനായിട്ട് ഞാൻ 250 ഗ്രാം മഷ്റൂം എടുത്ത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചു. അതിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പാണ്. കഴുകി വൃത്തിയാക്കി ഉഴുന്നുപരിപ്പോട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കറിവേപ്പില, പച്ചമുളക്, വറ്റൽമുളക് എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഈ ഉഴുന്നുപരിപ്പിൻ്റെയൊക്കെ കളറ് മാറിക്കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തോരനൊക്കെ ഒന്ന് വാടി വന്നാൽ മാത്രം മതി. അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമിളും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് തീ കുറച്ച് കൂട്ടി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ കൂണിൽ നിന്നുള്ള ഒരുപാട് വെള്ളം ഇറങ്ങി ആ ഒരു തോരനങ്ങ് വെള്ളമയമായി പോകും. അതിനേക്കാൾ നല്ലത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച ശേഷം നമുക്ക് എടുക്കുന്നതാണ്. ഞാൻ അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഒരു പകുതി വേവായപ്പോൾ ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ തുമരപ്പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ മഷ്റൂമിൽ നിന്നുള്ള വെള്ളമാണ് ഇറങ്ങി വന്നിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ചു മാത്രമേ ഉപയോഗിക്കാവൂ. 1 ടേബിൾ സ്പൂൺ തുമരപ്പരിപ്പും കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വയ്ക്കാം. ഇനിയും ഈ ഒരു തുമരപ്പരിപ്പ് ഒരുപാട് അങ്ങ് വേവിക്കരുത് കേട്ടോ. തീരെ കനം കുറഞ്ഞ ടൈപ്പിലുള്ള തുമരപ്പരിപ്പാണ് ചേർത്തിരിക്കുന്നത്. തുമരപ്പരിപ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരുപാട് അങ്ങ് വേവിച്ച് കുഴയ്ക്കരുത് കേട്ടോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ തോരനൊരു ടേസ്റ്റി ആയില്ല. നമുക്കറിയാമല്ലോ, ആ തോരനൊക്കെ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ തുമരപ്പരിപ്പ് അതിനകത്ത് കിടക്കുന്നത് നമുക്കറിയണം. ആ ഒരു രീതിയിൽ എടുക്കുക. നല്ലതായിട്ടൊന്നുകൂടെ ഒന്ന് ഞാൻ മിക്സ് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഉപ്പുണ്ടെന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കണം. നല്ലതായി യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂണിൻ്റെ തോരൻ തന്നെയാണ് കേട്ടോ. മഷ്റൂം വയ്ക്കുമ്പം ഇങ്ങനെയൊന്ന് തോരൻ വെച്ച് നോക്കി. ഇതുവരെ ഇങ്ങനെ തോരൻ വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇനിയും കൂണൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് തോരൻ വെച്ച് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ തന്നെയാണ്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാകുകയും ചെയ്യും. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.